ശരീരയ്ക്ക് ഇവിടെ കിടക്കാം. ഞാനാണ്. കറണ്ട് പോയതാ. കിടന്നോളൂ. സ്ഥലം മാറിക്കിടന്നുകൊണ്ട് ഉറങ്ങാൻ താമസിച്ചാണ്. ബാങ്ക് മാനേജരോട് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് ശരീര ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞോളാം. ഹോസ്റ്റൽ ഇവിടെ അടുത്ത് തന്നെ ഒന്നുണ്ട്, ഞാൻ അന്വേഷിക്കാം. തലവേദന എങ്ങനെയുണ്ട്? രാത്രി കൊണ്ട് കുറഞ്ഞു കാണുമായിരിക്കും. എനിക്ക് തലവേദന ഉണ്ടെന്ന് ആര് പറഞ്ഞു? നമ്മുടെ സാറിനും തലവേദന വരാറുണ്ടായിരുന്നു. ഇപ്പോഴല്ല, പണ്ട്. ഈയിടെയായി സാറിന് തലവേദന വരാത്തത് എന്തേ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. കണ്ടപ്പോ തോന്നി സാറിന് വീണ്ടും വന്ന് കാണുമെന്ന്. എന്ത് കണ്ടപ്പം? കുളി. എങ്ങനെ? ജെയിംസ് എവിടുന്ന കല്യാണം കഴിച്ചിരിക്കുന്നത്? കല്യാണം കഴിച്ചതോ? അത് ഡയറി നോക്കിയാലേ പറയാൻ പറ്റൂ. ഡയറിയോ? അല്ല, എത്ര പേരെ കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഡയറി നോക്കിയാലേ പറ്റൂ. ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ ഡയറി. എന്താ നോക്കുന്നേ? സാറിനെ ഇതേവരെ അറിയാൻ മേലേ, പിന്നെന്തിനാ ഇങ്ങോട്ട് പോന്നേ? അയ്യോ, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സാർ അറിയരുത്. ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾ കേട്ടിട്ടുമില്ല. ഇത് സാർ അറിഞ്ഞാലത്തെ സ്ഥിതി അറിയാമല്ലോ. എന്നെ ഇവിടുന്ന് പറഞ്ഞ് വിടത്തില്ല. ഹോസ്റ്റൽ വാർഡൻ സ്ഥലത്തില്ല. 2 ദിവസം കഴിഞ്ഞേ വരൂ. വേറെ ഏതെങ്കിലും ഒരു ഹോസ്റ്റൽ? അല്പം സൗകര്യമുള്ളതുകൊണ്ടാണ് ഇവിടെ അടുത്ത് തന്നെ അന്വേഷിച്ചത്. മറ്റു പല ഹോസ്റ്റലുകളിലും സുരക്ഷിതത്വം കുറയും. എന്നെ വിശ്വാസമാണെങ്കിൽ 2 ദിവസം കൂടെ ഇവിടെ കഴിയാം. എന്നെ നശിപ്പിക്കരുത്. ഇനിയൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അത് വേണമായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ചെയ്യാമായിരുന്നു. ഒരു കാലത്ത് എന്റെ കിടപ്പറ പങ്കിട്ട സ്ത്രീകൾ അനവധിയാണ്. പക്ഷെ അതിലൊന്നുപോലും ബലാത്സംഗമായിരുന്നില്ല. അത്തരത്തിലുള്ള ഒരു ആനന്ദം എനിക്ക് വേണ്ടതിനും.
ജെയിംസ്, ഉം? നിങ്ങൾ എനിക്ക് വിശ്വാസമാണ്. ഞാൻ ഹോസ്റ്റലിൽ പോകുന്നില്ല. താങ്ക് യു. ഓക്കെ സർ, ഓക്കെ, താങ്ക് യു. പ്രിയപ്പെട്ട ബാലേട്ട, ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. സുഖം തന്നെ. ബാലേട്ടനെ കാണാൻ കഴിയുന്നില്ലെന്ന ദുഃഖം മാത്രമേ എനിക്കുള്ളൂ. എത്രയും വേഗം ഞാൻ ബാലേട്ടന്റെ അടുത്ത് വരും. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഇങ്ങോട്ട് പോരാം. അമ്മയോടും രേഖയുടെ അന്വേഷണം പറയണം എന്ന് സരിത. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഇരിക്കൂ. എന്താ ഇത്? എനിക്ക് ശമ്പളം കിട്ടിയതാ. ഇതെനിക്കെന്തിനാ? 1 മാസമായല്ലോ ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഓ, വാടകയായിരിക്കും അല്ലേ? അതിനിവിടെ ഞാൻ ഹോസ്റ്റലോ ലോഡ്ജോ നടത്തുന്നില്ലല്ലോ. അയ്യോ, അതുകൊണ്ടല്ല. ജെയിംസിനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്കിവിടെ താമസം വേണ്ട. എനിക്ക് പേടിയാന്ന് വിചാരിച്ചേ ശരി, ഇവിടെ കാവലൊന്നും കിടക്കണ്ട. ഇഷ്ടമുള്ളപ്പം ഇവിടെ ഇറങ്ങിപ്പോ. അല്ല ജെയിംസ്, ഞാൻ ജെയിംസിനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്റെ മനസ്സിന്റെ തൃപ്തിക്ക് വേണ്ടി. ഇത് വേണ്ടെങ്കിൽ വേണ്ട. എന്നെങ്കിലും ഇതിന്റെ അർത്ഥം ജെയിംസിന് മനസ്സിലാകും. ആരടാ എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നത്? എഴുന്നേറ്റ് ചോറ് വിളമ്പിട്ടാ. വേണേ വിളമ്പി തിന്നോ, എന്നിട്ട് ആ പാത്രവും കഴുകി വെച്ചേരെ. വർക്ക് ചെയ്യുന്ന പാത്രം അകത്തോണ്ട്, അതും കൂടെ കഴുകി വെച്ചേരെ. മഴ മഴ. അയ്യോ സാറെ പോത്തി. നീ എന്താ പറഞ്ഞേ? നീ തിന്ന പാത്രം ഞാൻ കഴിക്കണം. ആര് പറഞ്ഞു? ആരാ സാറിനെ കഴുകാൻ പറഞ്ഞു? സാർ പാത്രം. അയ്യോ ഞാനങ്ങനെ പറയോ സാർ? അയ്യോ കൊച്ചമ്മ ഇരിക്കണം സാർ. ഞാൻ സാറിന്റെ ശമ്പളം വാങ്ങിക്കുന്നതല്ലേ സാർ? സാർ പണം വെച്ചു തിന്നണം സാർ. അയ്യോ സാർ, ഞാൻ സാറിനെ പറഞ്ഞു വിടത്തില്ല. അയ്യോ എന്നെ പറഞ്ഞു വിടരുത് സാറേ. പാവമുണ്ട് സാർ. ഇരിക്കും. എന്താ? പ്രിയ ബാലേട്ട,